ഇനി അമ്മ എന്റെ തലത്തോട് സത്യം ചെയ്യും, അമ്മ ആരും ഇവിടേക്ക് വിളിച്ചു വരുത്തിയിട്ടില്ലെന്ന്. ദേവൂട്ടിയെ ദ്രോഹിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്ന്. കുഴപ്പമായല്ലോ. അവളെ ദ്രോഹിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ആരെയും വിളിച്ചു വരുത്തിയിട്ടില്ല. എനിക്കതിൽ യാതൊരുവിധ മനസ്സറിവും ഇല്ല. എന്താ ഇപ്പൊ നിനക്ക് വിശ്വാസമായോ? അത് മാത്രം പോരാ, അമ്മ ദേവൂട്ടി ഒരിക്കലും ദ്രോഹിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്ന് സത്യം ചെയ്യണം. ദേവൂട്ടിയോട് അമ്മയ്ക്ക് ഒരു വെറുപ്പില്ലെന്ന് സത്യം ചെയ്യാൻ. ഇതെന്തൊരു കഷ്ടാ! എന്റെ മോന്റെ ഭാര്യയോട് വെറുപ്പില്ലെന്ന് എല്ലാവരുടെ മുന്നിൽ വെച്ച് സത്യം ചെയ്യേണ്ട ഗതികളൊന്നും എനിക്കില്ല. എനിക്ക് ഇവളോട് വെറുപ്പായിരുന്നെങ്കിലേ എന്റെ മാനേജർ പോസ്റ്റ് ഞാൻ ഇവക്ക് കൊടുക്കാൻ തയ്യാറാവുമായിരുന്നോ? എന്താ നീ പറഞ്ഞത്? നിന്റെ മാനേജർ പോസ്റ്റ് ഇവക്ക് കൊടുത്തെന്നു? അതിനുവേണ്ടി ഏറ്റവും കൂടുതൽ ഇവളോട് വഴക്കിട്ടത് നീയല്ലേ? അമ്മേ, അതൊക്കെ ഞാൻ ഇവളെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ, അല്ലാതെ എനിക്ക് ഇവളോട് ഒരു വെറുപ്പുമില്ല. ഇവള് സ്കൂളിലെ മാനേജർ ആകുന്നതില് എനിക്ക് സന്തോഷമേ ഉള്ളൂ. എന്നാലും എന്നെ ഇങ്ങനെ എല്ലാവരുടെ മുന്നിൽ വെച്ച് ചോദ്യം ചെയ്യാൻ നിനക്ക് തോന്നിയല്ലോ. എടാ, നിനക്ക് നിന്റെ അമ്മയെ അത്രയ്ക്ക് വിശ്വാസേ ഉള്ളൂ അല്ലേ? സന്തോഷായി മോനെ. ദേവൂട്ടി, ഇനി നിന്നെ ആരും ഇവിടെ തടയില്ല. നീ ഇനി ഔട്ട് ഹൗസിൽ കഴിയും വേണ്ട. വാ, ഇന്നു മുതൽ നീ എന്റെ കൂടെ കഴിയുന്നത്. ദേവൂട്ടി പറഞ്ഞത് നേരാ മോനെ. എന്തൊക്കെയാണെങ്കിലും ദേവിയുടെ പേരിൽ ശ്രീകല നേർന്നതല്ലേ. ഇത്രയും ദിവസം കഴിഞ്ഞല്ലോ, ഇനിയിപ്പോ അതും കൂടി കഴിഞ്ഞിട്ട് മതി ദേവൂട്ടി വീട്ടിലേക്ക് വരുന്നത്. ആ ശരി, ദേവൂട്ടിയുടെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് ഔട്ട് ഹൗസിലേക്ക് വരാം. നീ വാ, നീ ഫ്രഷ് ആയിട്ട് വരുമ്പോഴേക്കും ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുക്കാം. വാ മോളെ. സംഗതി ആകെ ചീറ്റിപ്പോയി. ആ വെറുതെ ഒരു മീൻ കഷ്ണം വേസ്റ്റ് ആയി. അല്ലെങ്കിൽ ഇതിപ്പോ എന്തിനാ കളയണേ? ഹായ്, നല്ല ഒന്നാന്തരം ഫിഷ് ഫ്രൈ. അതെ, തക്ക സമയത്ത് സന്ദീപ് വന്നതാ മോക്ക് രക്ഷയായത്. ഇല്ലെങ്കിൽ ആ ശ്രീകലയും പരദൂഷണക്കാരി ശകുന്തളയും കൂടി എന്റെ മോളെ കൊല്ല ചെയ്യുമായിരുന്നു. ഒന്നും സന്ദീപിനെ അറിയിക്കണ്ടായിരുന്നോ? കാര്യം ഞാൻ സുകുമാരിയമ്മയ്ക്ക് അങ്ങനെ ഒരു വാക്ക് കൊടുത്തതാണെങ്കിലും മോളെക്കുറിച്ച് ആ സ്ത്രീ നട്ടാൽ മുളയ്ക്കാത്ത നുണകൾ പറയുന്നത് കേട്ടപ്പോ എന്റെ പിടി വിട്ടുപോയി മോളെ. അതാ ഞാൻ എല്ലാം സന്ദീപ് അറിയട്ടെ എന്ന് വിചാരിച്ചത്. രാവിലെ മോളുടെ കാര്യം ഓർത്ത് ഞാൻ വിഷമിച്ച് നിന്നപ്പോ അവര് കാര്യം അന്വേഷിച്ചപ്പോ ഗഗൻ ഇവിടെ വന്നതും മോളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതും ഒക്കെ എനിക്ക് പറയേണ്ടി വന്നു.